Hi, hello, welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നേക്കുന്നത് മൂച്ച്മ റോഡിലാണ്. അപ്പം ഇവിടെ പല ടൈപ്പിലുള്ള പറാത്താസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ കിങ് സൈസ്, ക്യൂൺ സൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പറാത്ത സൈസുകളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, അത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഞാൻ പറഞ്ഞ പ്രത്യേകത എന്താ വെച്ചാല്, ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ കട്ടില് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെയാണ് എല്ലാരും ഇരിക്കേണ്ടത്. അപ്പൊ കട്ടില് പോലത്തെ സ്ഥലത്താണ്. അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വേണം നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓർഡർ ചെയ്ത കാര്യം, അതായത് ഓർഡർ ചെയ്ത പറാത്ത അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും. അതാണ് ഒരു റൂള്. അപ്പൊ നമുക്ക് എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കാം. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. നോക്കട്ടെ സീറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പൊ കാണാം. അപ്പൊ ഇവിടെ ഇവിടെ ടുഡേ സ്പെഷ്യൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് അവൈലബിൾ എന്നുള്ളത് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതുണ്ടോ, ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത മൊത്തം ഈ കുഞ്ഞി കുഞ്ഞി ലാമ്പ് വെച്ചിട്ടാണ്. അത്യാവശ്യം ഒരു വേറെ ടൈപ്പ് ഒരു ഇതാണ്. നമുക്കിവിടെ കിച്ചൺ കാണാം, അവരുടെ ഓപ്പൺ ആയിട്ട് തന്നെ. അത്യാവശ്യം ക്രൗഡഡ് ആണ്. ഇവിടെ തിരക്കായിരുന്നു, പക്ഷെ സീറ്റ് കിട്ടി. അപ്പൊ ഇനി ഓർഡർ ചെയ്യണം. ഇങ്ങനെ കാലൊക്കെ വെച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഇവിടെ ഇതിങ്ങനെ ഓട്ട പോലെ ഉണ്ട്. അപ്പൊ കാല് ചിലപ്പോ നമ്മളെ ഉള്ളിൽ പോകാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. എങ്ങനെയാലും കുഴപ്പമില്ല, നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഇതുണ്ട്, ഇവിടുത്തെ മെനുക്കൾ ഉണ്ട്. ഒരു പ്രത്യേക ടൈപ്പാണ്, റൗണ്ട് ഷേപ്പിലാണ്. ഇതാ അപ്പൊ ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. സോ ഇവിടെ കണ്ടോ, ഇത് ക്യൂൺ, കിങ് ആ സൈസ് ആണ്. പിന്നെ ലെസ്സീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ലസ്സി ഒക്കെ ഭയങ്കര ഫേമസ് ആട്ടോ. അപ്പൊ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് അഫ്ഗാനി ചിക്കൻ കീമ പനീർ ആണ്. അത് കിങ് സൈസ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. പിന്നെ ലസ്സി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് 5 ടൈപ്സ് ലസ്സി ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്വീറ്റ് ലസ്സി, പിന്നെ മാംഗോ ലസ്സി, പിന്നെ കേസർ പിസ്ത, പിന്നെ സ്ട്രോബെറി. ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഇനി വെയിറ്റ് ചെയ്യണം ഫുഡിന് വേണ്ടിയിട്ട്. അപ്പൊ നോക്കാം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ടൈം 10:15 ഒക്കെ ആയി. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ച് കാത്തു നിൽക്കേണ്ട വന്നു. ഇപ്പൊ ഫുഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി ആണ് മേക്ക് യുവർ ഓൺ പറാത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് പറാത്ത ഉണ്ടാക്കാൻ പറ്റും. 3000 കസ്റ്റമൈസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുത്താൽ മതി. അതിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ പറാത്ത ഉണ്ടാക്കി തരുന്നതാണ് ഇതില് പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മുടെ ലെസ് എത്തി. വിച്ച് വൺ ഇസ് ദിസ്? ഗുൽഗണ്ട്. മാംഗോ. ലസ്സി എത്തി ഗൈസ്. നമുക്കപ്പൊ ലസ്സി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് മാംഗോ കുടിച്ചോക്കട്ടെ. അടിപൊളിയാണ്. മാംഗോ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഇതെനിക്ക് ടേസ്റ്റ് മനസ്സിലാവുന്നില്ല. ഇതും കൊള്ളാം, അടിപൊളിയാണ്. ഇത് ശരിക്കും നമ്മളൊരു കേർഡിന്റെ ടേസ്റ്റിന് വരുന്നത്. ഇതെന്തോ ഗുൽഗണ്ട് എന്തോ ആണ് പറഞ്ഞത്.
എനിക്ക് പേര് ഓർമ്മയില്ല വീണ്ടും, പക്ഷെ ഇതും കൊള്ളാം. ഇത് സ്ട്രോബെറി ആണ്. ഇനി ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് പിസ്തയുടെ ആണ്. എല്ലാ ടേസ്റ്റും നല്ല ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഓക്കെ സാധനമാണ് ലസ്സി. അങ്ങനെ നമ്മുടെ പറാത്ത എത്തി ഗൈസ്. ഇതാണ് കിങ് സൈസ് പറാത്തയാണ്. ഇവിടെ ഇത് ബട്ടറാണ്, പിന്നെ കേട്. അപ്പൊ നമുക്ക് കഴിക്കാൻ തുടങ്ങാം. ഇത് അഫ്ഗാനി ചിക്കൻ പറാത്ത കേട്ടോ, ഇതാണ് സൈസ്. അപ്പൊ കഴിച്ചു തുടങ്ങാണ്. എങ്ങനെയുണ്ട് നോക്കാട്ടോ. ഇത് കേടില് ഇതാക്കിയിട്ട് നമുക്ക് കഴിക്കാം, പിന്നെ നെയ്യ് കൂട്ടിയിട്ടും കഴിക്കാം. ഞാൻ ഫസ്റ്റ് കേട് വെച്ചിട്ട് കഴിച്ചു നോക്കട്ടെ. സെറ്റാണ്. പിന്നെ ഇതിന്റെ അടിയില് ഈ ചിക്കൻ സ്റ്റഫ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ടേസ്റ്റ് നന്നായിട്ട് അറിയാനുണ്ട് ആ സംഭവങ്ങള്. അത് പ്രത്യേകിച്ച് ഈ കേടും കൂടി ആയിട്ട് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഗീയും കൂടെ ഒന്ന് ജസ്റ്റ് കുത്തി ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്. ആ ഒരു ഫ്ലേവർ വരുമ്പോ നമ്മള് ഈ പറാത്ത ഉണ്ടാക്കുമ്പോൾ ഗീ അവര് പ്ലെയിൻ ആയിട്ട് ആക്കാനാട്ടോ പറഞ്ഞത്. നമ്മള് ഗീ വെച്ചിട്ടൊന്നുമില്ല, നോർമൽ പറാത്ത, പ്ലെയിൻ പറാത്തയാണ്. അപ്പൊ ഓക്കെ, കഴിക്കാണ്. Why you people are not? ഓക്കെ, അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ നമ്മളെല്ലാരും കൂടെ. ലസ്സിയും എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പം അവിടെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്താ വെച്ചാൽ സ്റ്റാർട്ടേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു ആ മെനു കാർഡ് ഇപ്പൊ എന്റെ ഇല്ല, പക്ഷെ എക്സ്പെൻസീവ് ആണ് കേട്ടോ പൊതുവെ. പറാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം നല്ലായിരുന്നു. ലസ്സി പറയാണ്ടിരിക്കാൻ വയ്യ, അതൊന്നും അടിപൊളിയായിരുന്നു കേട്ടോ. ലസ്സി നല്ലായിരുന്നു. മൊത്തത്തില് ഓവറോൾ ഞാനൊരു 5-ല് ഒരു 3.5 കൊടുക്കും ഇവിടെ. മൊത്തം ഈ ആംബിയൻസും ഇതൊക്കെ ഫുഡ് അടക്കം. പിന്നെ ഞാനിവിടെ നോട്ട് ചെയ്തൊരു കാര്യമാണ്, ഇവിടെ ഒരു കോണ്ടെസ്റ്റ് ഉണ്ട് കേട്ടോ. കോണ്ടെസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം വെച്ചാൽ 11 മിനിറ്റ്സിനുള്ളിൽ ഡ്രിങ്ക് 1 എംബറർ ലസ്സി. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11K കിട്ടും കേട്ടോ നമുക്ക്. അങ്ങനെ തന്നെ വേറൊരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് 2 എംബറർ പറാത്താസ്. അപ്പൊ ഇത് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ വിത്തിൻ 11 മിനിറ്റ് 30 മിനിറ്റ്, ലസ്സിയുടേത് 11 മിനിറ്റ്സും പറാത്തയുടേത് 30 മിനിറ്റ്സ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11K നമുക്ക് സമ്മാനം കിട്ടും. ഇത് ഞാനിവിടെ കൈ കഴുകാൻ വന്നപ്പോ കണ്ടാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ബൈ.